ലേസർ രശ്മികൾ കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തെ 4 അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് പൈലോനെഡൽ സൈനസ്, ഫിഷർ ഇൻ നേനോ, ഫിസ്റ്റുല ഇൻ നേനോ, പൈൽസ്. ഇതിനെല്ലാം കൺവെൻഷണൽ സർജറീസ് കാട്ടി ഒരു പടി മുന്നേ നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും കൂടെയാണ്. പഴയ സർജറിയിൽ എല്ലാ മുറിവുകളും കാര്യങ്ങളും ഹോസ്പിറ്റൽ സ്റ്റേ അധികമായിരിക്കും. അത് ഈ ലേസർ രശ്മികൾ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റൽ സ്റ്റേ കുറയുകയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ്. ഫിസ്റ്റുല ഇൻ നേനോ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു പാത, ഒരു ട്രാക്റ്റ് ഉണ്ടാവുകയും അത് റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരികയും അതിനകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് പസ് ഡിസ്ചാർജ് വന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഈ ഫിസ്റ്റുല ഇൻ നേനോ എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ട്രാക്റ്റ് മൊത്തത്തിൽ എടുത്തു കളയാനായി വലിയ മുറിവുകൾ ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് 1-2 ആഴ്ചത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആയിരുന്നു അതിൻ്റെ വൂണ്ട് ഹീലിങ്ങും പ്രോസസ്സും എല്ലാം. ലേസർ കൊണ്ട് നമ്മൾ ആ ട്രാക്റ്റ് അങ്ങ് അബിലേറ്റ്, അതായത് ആ ട്രാക്റ്റ് നമ്മളങ്ങ് കരിച്ചു കളയുക എന്നുള്ള ഒരു മൊഡാലിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈലോനെഡൽ സൈനസും ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടെയിൽ ബോണിൻ്റെ അവിടുത്തെ ആ പ്രഷർ കൂടുകയും അവിടെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഉള്ളിലേക്ക് വളർന്ന് അതൊരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ട്രാക്റ്റായി അതിനകത്തൊരു അണുബാധ വന്ന് പൈലോനെഡൽ സൈനസ് അല്ലെങ്കിൽ പൈലോനെഡൽ ആബ്സസ് എന്നുള്ള കണ്ടീഷൻ വരികയും നമുക്ക് അസഹനീയമായ വേദനയും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഈ പൈലോനെഡൽ ആബ്സസ് അല്ലെങ്കിൽ സൈനസ് എന്ന് പറയുന്നത്. അതിനും ഇപ്പോൾ യങ്സ്റ്റേഴ്സിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് മെയിൻലി IT പ്രൊഫഷണൽസ്, ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഡ്രൈവേഴ്സ്, അവർക്കൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതിനും നമ്മളുടെ പഴയ സർജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംബർ ഫ്ലാപ്പ് അല്ലാന്നുണ്ട് കാരിഡാക്കിസ് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രൊസീജിയേഴ്സ് ആയിരുന്നു. അതായത് അവിടെ മുറിവുണ്ടാക്കുകയും ട്രാക്റ്റ് മൊത്തത്തിലെടുത്ത് കളഞ്ഞ് സ്റ്റിച്ച് ഇടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ വെറും ആ ഒരു സൈനസിൻ്റെ ട്രാക്റ്റിൻ്റെ ആ കുഴിയിലൂടെ തന്നെ നമ്മൾ ആ ട്രാക്റ്റ് ക്ലീൻ ചെയ്ത് അതങ്ങ് അബിലേറ്റ് ചെയ്ത് കളയുക എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ള അടുത്ത കണ്ടീഷനാണ് ഫിഷർ ഇൻ നേനോ. അതായത് മോഷൻ പോകാനായിട്ട് അമിതമായിട്ട് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് സൈഡിൽ മുറിവുകൾ ഉണ്ടാവുകയും മോഷൻ പോയതിന് ശേഷം എരിച്ചിൽ, വേദന അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുക. അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ സ്പിങ്ചറിൻ്റെ കുറച്ച് സ്പാസത്തിൻ്റെ കാരണമാണ്. അതിനും കൺവെൻഷണൽ സർജറി മാറി നമ്മളിപ്പോൾ ലേസർ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് സ്പിങ്ചർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ലൂസാക്കി വിടുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ മലദ്വാരവുമായി ബന്ധപ്പെട്ട 4 അസുഖങ്ങൾ, അതായത് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ്, ഫിസ്റ്റുല ഇൻ നേനോ, ഫിഷർ ഇൻ നേനോ, പൈലോനെഡൽ സൈനസ്, ഇതിനെല്ലാം വേദനരഹിതമായ പുതിയ മൊഡാലിറ്റി ലേസർ പ്രോക്ടോളജി, ലേസർ ഇൻ പ്രോക്ടോളജി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇപ്പോൾ SUTയിൽ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മളതിന് ഉത്തരം നൽകുന്നതാണ്. കൺസൾട്ടേഷനായി SUT ഹോസ്പിറ്റലിൽ വരികയും ചെയ്യാവുന്നതാണ്. താങ്ക് യു.